ഗുരുവായൂരപ്പ, നമ്മളിന്ന് അഹസിൻ്റെ പ്രധാന വഴിപാട്, അതായത് 3000 രൂപ കൊടുത്ത് നമ്മൾ ഷീട്ടാക്കിയാൽ 5 പൂജകളുടെയും ഒരു ദിവസത്തെ എല്ലാ പൂജകളുടെയും പ്രസാദം, അതായത് ഹവിസ് കഴിഞ്ഞ് നമുക്കുള്ള ആ പ്രസാദം നമ്മളിലേക്ക് കിട്ടുന്ന അഹസ് എന്ന കാര്യസാധ്യ വഴിപാടിൻ്റെ നമുക്ക് കിട്ടുന്ന പ്രസാദങ്ങളെ പറ്റിയിട്ടാണ് ഞാനിപ്പോൾ നിങ്ങളുടെ മുന്നിൽ പറയുന്നത്. അത് ആദ്യം തന്നെ നമുക്കത് ഈ ഗുരുവായൂരപ്പൻ്റെ ചിത്രമുള്ള ഇത് കണ്ടോ, ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ ചിത്രമുള്ള ആ ഒരു സഞ്ചി നമുക്ക് കിട്ടും. പിന്നെ പ്രധാനമായിട്ട് ഇതാ പാൽപ്പായസം. ഇപ്പോൾ എന്താ വെച്ചാൽ ഇങ്ങനത്തെ ഡപ്പിയിൽ തരുകൊണ്ട് ഇത് കുറച്ച് കൂടുതൽ സമയം, കൂടുതൽ ദിവസം എന്ന് പറയുന്ന പോലെ തന്നെ വെക്കാം. ദൂരയാത്രക്കാർക്കൊക്കെ ഇതിപ്പോൾ കൊണ്ടുപോകാനൊക്കെ വളരെ എളുപ്പമാണ്. കാരണം ഇങ്ങനെയാണ്, യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാത്ത നല്ല സെറ്റപ്പായ നല്ല കവറിങ് ഉള്ള പായസമാണ്. അത് നമുക്ക് കിട്ടും. പിന്നെ ഇനി അടുത്തതായിട്ട് ഇതാ പഞ്ചസാര കിട്ടും. 2 പാക്കറ്റ് പഞ്ചസാര, 1 ലിറ്റർ പായസം. അതുപോലെ തന്നെ ഇനി അടുത്തത് വരുന്നത് അതുപോലെ പഴവും പഞ്ചസാരയും കൂടിയുള്ള അതിലത്തെ പഴം. പിന്നെ അടുത്തതായിട്ട് ഇതാ അരവണ പായസം പോലെയുള്ള പായസം, നെയ്പായസമാണ് കണ്ടോ. അതും ഒരു ഇതാണ് കണ്ടെയ്നർ. അപ്പോൾ ഇതും കേടുവരില്ല. ഇപ്പോൾ എത്ര ദിവസം, 3-4 ദിവസം വരെയൊക്കെ നമുക്കിത് ഉപയോഗിക്കാൻ കഴിയും. ദൂരക്കാർക്ക് അഹസ് വഴിപാട് ചെയ്തപ്പോൾ പ്രശ്നമില്ല എന്നർത്ഥം. ഒരു സാധനവും കേടുവരില്ല. അതുപോലെ ഭഗവാന്റെ ആടിയ എണ്ണ, അതാണ് അടുത്തൊരു ഐറ്റം. അതിങ്ങനെ ഒരു 1/2 ലിറ്ററാണ് നമുക്ക് കിട്ടുക. അതുപോലെ നേദ്യച്ചോറാണ്. നേദ്യച്ചോറും നമുക്ക് കിട്ടും, ഭഗവാന് നേദിച്ച നേദ്യച്ചോറ്. ഇനി അതേപോലെ തന്നെ മലരുണ്ട്. മലരും കിട്ടും. അതേപോലെ അടുത്തതായിട്ട് വരുന്നത് അപ്പം കിട്ടും. പിന്നെ അടുത്തതായിട്ട് അട കിട്ടും നമുക്ക്. അപ്പം അടയും വൈകുന്നേരത്തെ അത്താഴ പൂജ കഴിഞ്ഞതിന് ശേഷമാണ് കിട്ടുക. അതായത് കുറച്ച് സാധനങ്ങൾ നേരത്തെ കിട്ടും, ഉച്ചപൂജ കഴിഞ്ഞാൽ കിട്ടും. പാൽപ്പായസം, അതുപോലെയുള്ള കുറച്ച് നേദ്യച്ചോറ്, അതൊക്കെ കിട്ടും. ആടിയ എണ്ണയും അതേപോലെ അപ്പം അട, അതൊക്കെ വൈകുന്നേരമാണ് കിട്ടുക. പിന്നെ അടുത്തത് ത്രിമധുരം കൂടിയും കിട്ടും. പിന്നെ വളരെ പ്രാധാന്യമുള്ള 10 പാക്കറ്റ് കളഭം. ഒരു പാക്കറ്റിന് ശരിക്ക് 60 രൂപയാണ് വില വരിക. അത് 10 പാക്കറ്റ് കിട്ടും. പിന്നീട് വരുന്നത് അതുപോലെ 2 വെണ്ണ, ഭഗവാന്റെ വെണ്ണ 2 എണ്ണം തരും. പിന്നീട് വരുന്നത് അവൽ നിവേദ്യമാണ്. അവൽ നിവേദ്യം കൂടി നമുക്ക് കിട്ടും. പിന്നെ വരുന്നത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഭഗവാന്റെ തിരുമുടിമാലയാണ്. തിരുമുടിമാല, ഭഗവാന് ചാർത്തിയ ആ തിരുമുടിമാലയുടെ ഒരു കണ്ണി, അതായത് അത്യാവശ്യം വലിപ്പം ഉണ്ടാവും. ഒരു മാല തന്നെയാണ്, ഇതുണ്ടോ, അത്യാവശ്യം നല്ല ഒരു മാലയാണ് തരിക. ആ സാധനം കിട്ടും. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമുക്ക് അഹസിൻ്റെ വഴിപാടിൻ്റെ പ്രസാദമായിട്ട് കിട്ടുന്നത്. ഒരു ദിവസത്തെ ഭഗവാന്റെ നേദ്യത്തിലുള്ള അഹസിൻ്റെ വഴിപാടിൻ്റെ പ്രസാദങ്ങൾ. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി എങ്കിൽ ഇതൊന്ന് ഷെയർ ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യുക. കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം.